ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് എങ്ങോട്ട് പോകാന്നറിയാവോ? എങ്ങോട്ടാണ്? ശ്രീ പത്മനാഭന്റെ മണ്ണിലേക്ക്. യെസ്, നമ്മൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഞങ്ങൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോയിലാണ് പോയത്. കാരണം 3 കുട്ടികളുള്ളത് കൊണ്ട് നമുക്ക് 2 വീലറിൽ പോകുന്ന വലിയ റിസ്ക് ആണ്. കാരണം തിരിച്ച് പിന്നെ വരുമ്പോഴും നമ്മൾ റെയിൽവേ സ്റ്റേഷന് രാത്രിയല്ലേ ആകത്തില്ല, അപ്പോൾ വണ്ടി വരുന്നത് പാടായതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയത്. അങ്ങനെ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പെട്ടെന്ന് തന്നെ എത്തി. നമുക്ക് വലിയ ദൂരമൊന്നും ഇല്ല. അവിടെ നിന്ന് പിന്നെ പിള്ളേരുമായിട്ട് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോയൊക്കെ ഇവിടെ വെച്ച് എടുത്തായിരുന്നു. കാരണം ഒത്തിരി ലേറ്റായിരുന്നു ട്രെയിന്. നമ്മൾ ടിക്കറ്റ് നോക്കിയ സമയം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് ട്രെയിൻ നമുക്ക് വന്നത് തന്നെ. അപ്പോൾ കുറേ സമയം ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് പഴയ, അങ്ങനെ അവളുമായിട്ട് കുറേ നേരം കത്തിയൊക്കെ അടിച്ച് അങ്ങനെ ഇന്ന സമയത്ത് ദാ വരുന്നു നമ്മുടെ ട്രെയിൻ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ട്രെയിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലാണ് വന്ന് നിന്നത്. അപ്പോൾ ജനറൽ ഫ്രണ്ടിലും ബാക്കിലല്ലേ ഉള്ളൂ. ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലാണ് വന്ന് നിന്നത്. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ട്രെയിൻ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും കയറിയപ്പോൾ തന്നെ നമുക്ക് പിള്ളേരുള്ളതുകൊണ്ടായിരിക്കണം സീറ്റൊക്കെ കിട്ടി. അങ്ങനെ നല്ല എൻജോയ് ചെയ്ത് തന്നെ നമ്മൾ തിരുവനന്തപുരം സെൻട്രലിലെത്തി. തിരുവനന്തപുരം സെൻട്രലിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെ കുറച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്യാനും പിള്ളേരുമായിട്ട് കുറച്ച് ഇരുന്ന് ഉച്ചയായി. 12:30ക്ക് മുമ്പേ എത്തി. 12 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് എത്തി. അപ്പോൾ പിള്ളേർക്കെല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് നമ്മളും കഴിക്കാമെന്ന് വെച്ച് ഞങ്ങൾ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. കാരണം ക്ഷേത്രത്തിൽ കയറി തൊഴുന്നത് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടെന്ന് വെച്ച്. അങ്ങനെ പിള്ളേർക്കൊക്കെ ആദ്യം ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളും കഴിച്ച് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മൾ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഓട്ടോറിക്ഷ ഏതായാലും കിട്ടി. അങ്ങനെ ഓട്ടോ കയറി. വലിയ ദൂരമില്ലായിരുന്നു നമുക്ക്, വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ച് തന്നെ അങ്ങോട്ട് പോകാമെന്ന് വെച്ച്. അങ്ങനെ ഒരു 3 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് പിന്നെ എല്ലാം ഒന്ന് ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ച്. 3 മണി കഴിഞ്ഞല്ലോ, ചായയൊക്കെ കുടിച്ചിട്ട് അമ്പലത്തിൽ നല്ല ക്യൂ അല്ലേ. അപ്പോൾ പിന്നെ വന്ന് പിള്ളേരെയൊക്കെ ഒന്ന് ഫ്രഷാക്കി നമ്മളും ഫ്രഷായി റെഡിയാകാമെന്നൊക്കെ വെച്ച് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോഴത്തേക്ക് ഇവിടെ ധുവ എവിടെ നിന്നാലും ഭയങ്കര തൊഴുതലാണ്. അങ്ങനെ തന്നെ കുട്ടീസിൻ്റെ ബഹളവും. അങ്ങനെ ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഇവിടെ അമ്പലക്കുളത്തിൻ്റെ അടുത്തൊക്കെ വന്നിരുന്ന് പിന്നെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്ന് വെച്ച്. അമ്പലത്തിനകത്ത് കയറുമ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഓടി കളിയായിരുന്നു. അതും കുഞ്ഞിനും അമ്മാമ്മയുമായിട്ട് ആ കുളത്തിൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ ആയിരുന്നു അവിടെ. പിന്നെ എല്ലാവരും നിന്ന് ഭയങ്കര ഫോട്ടോ എടുപ്പാണല്ലോ. അപ്പോൾ ആ പുള്ളി ഉണ്ടല്ലോ, ആ പുള്ളി സ്റ്റാൻഡൊക്കെ ആയിട്ടാണ് വന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന അടുത്ത് വരുമ്പോൾ പുള്ളിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ കണ്ടതാ പുള്ളിക്ക് നമ്മൾ നിൽക്കുന്നതുകൊണ്ടായിരുന്നു വലിയ ബുദ്ധിമുട്ടായിട്ട്. പിന്നെ കൊച്ചുമോൾ നടക്കുന്ന കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് നോക്കിയപ്പോഴത്തേക്ക് 7:10 ആയപ്പോൾ ട്രെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി, സീറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് കുട്ടീസിന് കൊടുത്ത് അവരെല്ലാവരും അങ്ങനെ അതൊക്കെ കഴിച്ചൊക്കെ ഇരുന്നു. പിന്നെ ട്രെയിൻ എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് സ്റ്റോപ്പായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ലേറ്റ് ആയില്ല. പെട്ടെന്ന് തന്നെ കരുനാഗപ്പള്ളി എത്തി. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ, ബൈ ബൈ, സീ യു.